അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, നമ്മുടെയൊക്കെ തലവരകൾ മാറ്റി എഴുതാൻ ശേഷിയുള്ള, വീണ്ടും വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലിരിക്കുന്ന ദൈവദാസന്മാരെ, ഏറ്റവും പ്രിയങ്കരനായ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ അനിൽകുമാർ സാർ, അതോടൊപ്പം എൻ്റെ മെമ്പർമാരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരീ സഹോദരങ്ങളെ, ഞാൻ കയറി വന്നപ്പോൾ സാറിനെ കണ്ട് പരിചയമുണ്ട്, അനിൽകുമാർ സാർ. പക്ഷേ ആരാണ് എന്താണെന്ന് പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കുമായിരുന്നു. വളരെ നല്ലൊരു മെസ്സേജായിരുന്നു. പിന്നെ പ്രിയപ്പെട്ട ബ്രഹ്മിൻചന്ദ്രൻ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണെന്ന് മനസ്സിലായത്. തീർച്ചയായിട്ടും നേരത്തെ ഷാജി പാസ്റ്റർ സൂചിപ്പിച്ചു, എന്താണ് ചെറിയ ഗ്രൗണ്ടിൽ നിന്ന് വലിയ ഗ്രൗണ്ടിലേക്ക് എടുത്തെറിയാൻ ഉള്ള ഒരു ഇട ഒരുക്കട്ടെ എന്നാരെ തത്തലൻ രാജുവണ്ണനെ. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കർമ്മ മേഖലയിൽ, അത് ജീവിതത്തിലെ ഏത് ഒരു സാഹചര്യമായാലും എവിടെ നമ്മളായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന് മാത്രമേ നമ്മളെ ചെറിയ ഗ്രൗണ്ടിൽ നിന്ന് വലിയ ഗ്രൗണ്ടിലേക്കും, അല്ലേ, വലിയ ഗ്രൗണ്ടിൽ നിന്ന് അഹങ്കാരം കൂടുമ്പോൾ വലിച്ച് താഴെത്തട്ടിലും ഇടാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന മനോഹരമായ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ച പലരും ദൈവത്തെ മനസ്സിൽ അത്ര വലിയ സ്ഥാനം കൊടുക്കുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലപ്പോഴും എനിക്ക് പരിചയമുള്ള കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഗോവേണ്ണ, അതുപോലെ അനിത ചേച്ചിയൊക്കെ എനിക്ക് വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ളവരാണ്. അണ്ണനൊക്കെ ഒരു പ്രെയർ ഹാളിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് തന്നെ, അത് തന്നെ ദൈവത്തിൻ്റെ അല്ലേ ഗോവേണ്ണ, പഴയ ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി തീർച്ചയായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവരൊക്കെ വന്നിരിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമായിട്ട് കാണുന്നു. നമ്മളൊക്കെ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ പലരും കളിയാക്കാറുണ്ട്. ആരെങ്കിലും പള്ളിയിൽ പോയതിൻ്റെ പേരിൽ ആരെങ്കിലും കളിയാക്കിയതായിട്ട് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെയൊക്കെ കളിയാക്കാറുണ്ടോ? ഉണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നത്, സങ്കീർത്തനം 34:5 പറയുന്നത് എന്താണ്? ദൈവത്തിങ്കലേക്ക് നോക്കിയവൻ ലജ്ജിച്ച് തലതാഴ്ത്തിയിട്ടില്ല, അല്ലേ? അവൻ്റെ മുഖം എന്തായി? പ്രകാശപൂരിതമായെന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നത്തിനും പ്രതിസന്ധിക്കും ഒക്കെ ഒരു പരിഹാരം എന്നുള്ളതെന്ന് മൊബൈലിലൊക്കെ ആയി ബൈബിള്. പരിഹാരം നമ്മുടെ ലോകത്തിലെ ഏത് പ്രശ്നത്തിലായാലും പരിഹാരമുള്ള ഒരിടമാണ് എവിടെ? ബൈബിൾ, വേദപുസ്തകം. ബൈബിളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. നേരത്തെ ഇവിടെ അനിൽകുമാർ സാർ സൂചിപ്പിച്ചു, പലതവണ അദ്ദേഹം ആവർത്തിച്ച വാക്കാണ്, ഇതൊരു കെട്ടിടം മാത്രമല്ല. എന്താണ് ഇവിടെ? രോഗികൾക്ക് അവരുടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരിടമാണ്, അല്ലേ? അതോടൊപ്പം സങ്കടമുള്ളവർക്ക് അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളൊരിടമാണ്. ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയായാലും കമ്പ്യൂട്ടർ യുഗമാണ്. ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നെങ്കിലും പണം മനുഷ്യന് ലഭിക്കുന്നുണ്ടെങ്കിലും മനസ്സമാധാനം വളരെ കുറഞ്ഞ ഒരു ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്, അല്ലേ? അങ്ങനെ മനസ്സമാധാനം നഷ്ടമാകുമ്പോൾ നമുക്ക് വന്ന് മുട്ടുകുത്തേണ്ട ഇടമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ആലയം. നമുക്ക് മനസ്സമാധാനം കിട്ടേണ്ട ഇടമാണ്. നമുക്ക് രോഗശാന്തി കിട്ടണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടണമെന്നില്ല. എന്നാൽ കിട്ടുമോ? എപ്പോൾ കിട്ടും? നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്ക് എപ്പോൾ കിട്ടും? എൻ്റെ സംശയങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം നമുക്ക് ഉടനെ കിട്ടൂല. കിട്ടുമോ? കിട്ടും. എപ്പോൾ കിട്ടും? സമയമാകുമ്പോൾ കിട്ടും. എപ്പോഴാണ് സമയം? എനിക്കറിയാമോ? പാസ്റ്ററിനറിയാമോ? നിങ്ങൾക്കറിയാമോ? ആർക്കറിയാം? ദൈവത്തിന് മാത്രമേ അറിയാവൂ. ആ സമയം ആവുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? ദൈവത്തെ തള്ളിക്കളയുന്നവരാകാൻ പാടില്ല. ഇന്നലെ ഞാനൊരു മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു വീട്ടിൽ പോയി. കരിക്കറത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹൈന്ദവ കുടുംബമാണ്. 50 വയസ്സടുപ്പിച്ചാവുന്നു. 48 വയസ്സായ മകനാണ്, ഒരമ്മയുടെ മകൻ, ഒരു ഭർത്താവാണ്, 2 മക്കളുടെ അച്ഛനാണ്. അദ്ദേഹം പെട്ടെന്ന് നിന്ന നിപ്പിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ കട്ടിലിൽ കിടന്ന് കരയുകയാണ്, എനിക്കിനി ദൈവമില്ല,
ഞാനിനി വിളക്ക് കൊളുത്തൂല. അറിയാലോ, ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവർ ഒരു ത്രിസന്ധ്യ നേരമൊക്കെ ആകുമ്പോൾ വിളക്ക് കൊളുത്തി നാമമൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ആ അമ്മയോട് അടുത്ത് പോയി ഞാൻ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ഒരിക്കലും ദൈവത്തെ തള്ളിക്കളയരുത്. അവരുടെ വിശ്വാസം വേറെയാണ്, പക്ഷേ ദൈവത്തെ തള്ളിക്കളയരുത്. ദൈവം എന്തിനെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ വലിയ രീതിയിൽ കരയുന്നുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തത്, അമ്മ അമ്പലത്തിൽ പോകുമ്പോൾ പൂക്കൾ കൊണ്ടുപോകാറില്ലേ? എങ്ങനെയുള്ള പൂക്കളാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്? അല്ലേ, പൂന്തോട്ടത്തിൽ ഏറ്റവും മനോഹരമായ പൂക്കളാണ് നമ്മൾ പറിച്ചെടുത്ത് ആർക്ക് കൊടുക്കുന്നത്? ദൈവത്തിന് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാട് വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അസുഖബാധിതരായി കിടന്നിട്ടുണ്ടെങ്കിൽ, അതൊക്കെ എന്താണ്? ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതല്ല എങ്കിൽ ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടേണ്ടതിനാണ്. അതുമല്ലെങ്കിൽ എന്താണ്? ദൈവത്തെ നമ്മൾ തള്ളിക്കളയുന്നുണ്ടോ ഇല്ലയോ എന്ന് ദൈവം എന്ത് ചെയ്യുകയാണ്? നമ്മളെ പരീക്ഷിക്കുകയാണ്. ദൈവവും പരീക്ഷിക്കപ്പെട്ടിട്ടില്ലേ? കർത്താവ് പരീക്ഷിക്കപ്പെട്ടിട്ടില്ലേ? ഇല്ലേ? ബൈബിൾ വായിക്കുന്നവർക്കറിയാം കൃത്യമായിട്ട് കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. ആരാലാണ് പരീക്ഷിക്കപ്പെട്ടെ? സാത്താനാലല്ലേ? പരീക്ഷിക്കപ്പെട്ടപ്പോഴും തള്ളിപ്പറഞ്ഞോ? ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടി പോയോ? ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് വരെ നമുക്ക് കിട്ടിയിട്ടുള്ള കഷ്ടപ്പാട് ഞാൻ കുട്ടികളോട്, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുക. നമ്മുടെ അമ്മമാരൊക്കെ പണ്ടത്തെ അമ്മച്ചിമാർക്കൊക്കെ അറിയാം, നമ്മൾ രാവിലെ വീട്ടിൽ ഇന്ന് ഇഡ്ഡലിയെങ്കിൽ നാളെ ദോശ, മറ്റന്നാൾ പുട്ടല്ലേ, ഒരു ദിവസം ഇന്ന് ഒരട്ടിയൊന്നും കഴിക്കുന്നവരില്ല. അപ്പോൾ ഇന്ന് അമ്മമാരൊക്കെ എങ്ങനെയുള്ളവരാണ്? നൂഡിൽസ് അമ്മമാരാണ്. കുട്ടി രാവിലെ എണീറ്റ് 7 മണിയാകുമ്പോൾ ട്യൂഷന് പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ അപ്പുറത്തെ കടയിൽ പോയി 10 രൂപ കൊടുക്കും, ഒരു മാഗി നൂഡിൽസ് അല്ലെങ്കിൽ ഇപ്പി വാങ്ങും, കൊണ്ടുവന്ന് തിളച്ച വെള്ളത്തിലിടും, അതിനെ ഒന്ന് ചൂടാക്കി കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കും. അല്ലേ? നൂഡിൽസ് അമ്മമാരായിട്ട് മാറുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളത്. അതായത് റെഡി ടു ഈറ്റ്. നമുക്ക് കഴിക്കാൻ സമയമാകുമ്പോൾ മേശപ്പുറത്ത് സാധനം തിന്നാൻ പാകത്തിന് കിട്ടും. ദൈവം അങ്ങനെയുള്ള ഒരാളാണ്. അതായത് എനിക്ക് വിഷമം വന്നു, എനിക്ക് ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വന്നു, ഞാൻ കരയുകയാണ്, എനിക്ക് ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി തീരണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് കരയുകയാണ്. ഉടനെ കിട്ടുമോ നൂഡിൽസ് പോലെ? കിട്ടുമോ? ഇല്ല. ദൈവം നമ്മൾ വിളിച്ചാൽ ഉടനെ ഓടി വരുന്ന ആളല്ല എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് അറിവില്ലാത്തൊരു കാര്യമാണ്. അവർ ആഗ്രഹിച്ചാൽ കിട്ടിയില്ലെങ്കിൽ, കോവിഡ് വന്നപ്പോൾ ദൈവം എവിടെയായിരുന്നു? കേട്ടിട്ടുണ്ടോ അമ്മമാർ ഈ ചോദ്യം? യുവാക്കൾ കേട്ടിട്ടുണ്ടോ? കൊറോണ വന്നപ്പോൾ ദൈവം എവിടെയായിരുന്നു? പ്രളയം വന്നപ്പോൾ ഈ കൊച്ചു കുട്ടികളൊക്കെ പ്രളയത്തിൽ ഒലിച്ചു പോയപ്പോൾ ദൈവം എവിടെയായിരുന്നു? ദൈവം എവിടെയായിരുന്നു? ദൈവത്തെ തള്ളിപ്പറയുന്നവനെ കണ്ടുപിടിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ദൈവം അവനെ എന്ത് ചെയ്യുകയായിരുന്നു? ഒരു കത്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ കത്തി ആലയിൽ കൊണ്ടിട്ട് ചൂടാക്കി അടിച്ച് അതിനെ ഉപദ്രവിക്കും അല്ലേ? മാക്സിമം അതിനെ എന്ത് ചെയ്യും? അതിനെ ഉപദ്രവിക്കും, അതിനെ അടിയേൽപ്പിക്കും. അതുപോലെ നമ്മളെ ആര് അടിക്കുകയാണ്? ദൈവം അടിക്കുകയാണ്. എത്ര അടി കൊണ്ടാലും ഇവിടെ നിന്ന് യവൻ പോകരുത്, എന്നെ വിട്ട് പോകരുത് എന്ന് പറഞ്ഞ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പരിവപ്പെടുത്തുകയാണ് അല്ലേ? അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ചെയ്തു വന്നത് അവിടെ മത്സരിക്കാൻ കണക്കിന് പ്രവർത്തിച്ച് അവിടുത്തെ വാർഡുകളെ പറ്റി പഠിച്ച് അങ്ങനെ വന്നു. അപ്പോൾ വെള്ളറട ജില്ലാ ഡിവിഷനിൽ മത്സരിക്കാൻ ആരുടെ ആഗ്രഹമാണ്? അനി പ്രസാദ് എന്ന എൻ്റെ മാത്രം ആഗ്രഹമാണ്, എൻ്റെ മാത്രം തീരുമാനമാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു? അവിടെ മത്സരിക്കാൻ വേറൊരു കാൻഡിഡേറ്റ് വരുന്നു. എനിക്ക് പോകാൻ വേറെ ഡിവിഷൻ ഇല്ല. എന്താണെന്ന് ദൈവം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞു തരാം. അവിടെ ഒരു പുതിയ ഡിവിഷൻ വന്നു. ആ ഡിവിഷൻ്റെ പേര് ഒറ്റശേഖരമംഗലം ജില്ലാ ഡിവിഷൻ എന്നാണ്. ആ ഡിവിഷനിൽ സാധാരണ നമ്മുടെ അടുത്തടുത്തുള്ള 2 ഡിവിഷനുകളിൽ അല്ലെങ്കിൽ പുതിയൊരു ഡിവിഷൻ വരുമ്പോൾ വനിതയാവുക എന്നുള്ളത് വളരെ അസാധാരണമാണ്. തൊട്ടടുത്തുള്ള 2 ഡിവിഷനും വനിതയാവുക എന്നുള്ളത് വളരെ
അസാധാരണമാണ്. ഈ 2 ഡിവിഷനും വനിതയായി, അതായത് വെള്ളറുടെ ഡിവിഷനും വനിതയായി, പുതുതായി വന്ന ഒറ്റശേഖരമംഗലം ജില്ലാ ഡിവിഷനും വനിതയായി. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു മേഖല, കുറേ ബന്ധങ്ങളുണ്ട്. ജനിച്ച് വളർന്ന നാട്, അത് കഴിഞ്ഞിട്ട് താമസിച്ച കള്ളിക്കാടൊക്കെ, അങ്ങനെയൊക്കെ കുറേ ബന്ധങ്ങളുണ്ടെങ്കിലും ഒരു പുതിയ മേഖല, എൻ്റെ എതിർ പാർട്ടിയുടെ കോട്ടയായൊരു മേഖല. അപ്പോൾ ഞാനിങ്ങനെ എനിക്കൊട്ടും താല്പര്യമില്ല. അങ്ങനെ ഞാൻ രാജുവണ്ണനെയൊക്കെ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട്, രാജുവണ്ണൊക്കെ അറിയാം. പക്ഷേ ആ ഒറ്റശേഖരമംഗലം എന്ന പുതിയ ഡിവിഷനിലേക്ക് പോകുമ്പോൾ അപ്പോഴും ഞാൻ ചിന്തിച്ചു, എന്തിനാണ് എന്നെ ഈ ഡിവിഷനിൽ മത്സരിപ്പിച്ചതെന്ന് പലപ്പോഴും മനസ്സിൽ ചിന്തിച്ചെങ്കിലും മനസ്സിൽ ഒരു ഉറച്ച ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ ആത്മവിശ്വാസം വന്നത് എന്നാണെന്ന് പറഞ്ഞു തരാം. ഞാൻ കുഞ്ഞിലെ എന്ന് പറഞ്ഞാൽ 7 വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പ തെങ്ങിൽ നിന്ന് വീണ് കിടപ്പിലായിപ്പോയി. വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ നിന്ന് പഠിച്ചത് മുഴുവനും ഹോസ്റ്റലിലാണ്. വേണറിയാമല്ല, നെയ്യാർ ഡാമിലെ മഠത്തിൽ ചിറ്റേഴ. അപ്പോൾ ഞാൻ 1-ാം ക്ലാസ് പഠിക്കുന്നത് പെരുങ്കിടവിള സ്കൂളിൽ, 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സും പഠിച്ചത് നെയ്യാർ ഡാം, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് 5ഉം 6ഉം പഠിച്ചത് വട്ടപ്പാറ ചിറ്റാഴ തിരുവനന്തപുരം, 7-ാം ക്ലാസ് മൈലക്കര, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് VPMHS വെള്ളറട, 9, 10 വാവോട്. അപ്പോൾ ഞാൻ ഈ 7 സ്കൂളിൽ, അതായത് എൻ്റെ 10-ാം ക്ലാസ് വരെയുള്ള ജീവിതത്തിനിടയ്ക്ക് ഞാൻ 7 സ്കൂളിൽ പഠിച്ചു, മഠങ്ങളിൽ മാറി നിന്നപ്പോൾ. അപ്പോൾ ഈ 7 സ്കൂള് പഠിച്ചതിൽ ഞാൻ ഈ മത്സരിച്ച അപ്പോഴെനിക്ക് ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിന് എന്നെ ഇങ്ങനെ എനിക്ക് കാരണം എനിക്ക് സ്ഥിരമായിട്ടൊരു സുഹൃത്തില്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ഒരാളില്ല. ഒരു സ്കൂളിൽ നിന്ന് ഈ വർഷം ഇവിടെ ഏതെങ്കിലും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഓക്കെ ആയി വരുമ്പോൾ തൊട്ടടുത്ത സ്കൂളിൽ അടുത്ത വർഷം കൊണ്ടു. അപ്പോഴെൻ്റെ ചെറിയ മനസ്സിൽ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, എന്തിന് ദൈവമേ എന്നെ ഇങ്ങനെ ഓരോ വർഷവും പൂച്ച കുട്ടിയെ കൊണ്ടുപോകുന്നത് പോലെ, ഞാൻ അന്ന് ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള അതേ വാക്കാണ്, പൂച്ച കുട്ടിയെ പറക്കി കൊണ്ടുപോകുന്നത് പോലെ എന്തിനാണ് എന്നെ ഇങ്ങനെ വർഷം തോറും പറിച്ചു നടുന്നതെന്ന്. പക്ഷേ ആ പറിച്ചു നളൻ്റെ അർത്ഥം മനസ്സിലായത് 20 വർഷങ്ങൾക്കിപ്പുറം ഒറ്റശേഖരമംഗലം ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുമ്പോഴാണ്. അന്ന് പഠിച്ച 5 സ്കൂളിലെ, അതായത് 7 സ്കൂളിൽ പഠിച്ചെങ്കിലും അതിൽ 5 സ്കൂളും ഈ ഒറ്റശേഖരമംഗലം ജില്ലാ ഡിവിഷനകത്താണ്. അന്ന് എൻ്റെ കൂടെ പഠിച്ചതും എൻ്റെ സീനിയറായിട്ടും ജൂനിയറായിട്ടും ഒക്കെ പഠിച്ചവർ, എൻ്റെ അധ്യാപകർ മാത്രം എന്നെ ഒന്ന് കൈതാങ്ങിയാൽ ജയിച്ച് കയറാൻ പറ്റുന്ന ഒരു ഡിവിഷനിലാണ് എന്നെ ദൈവം കൊണ്ട് ചെന്നാക്കിയത്. പിന്നെ വെള്ളറുടയിൽ തന്നെ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പുതിയ ഏരിയ എനിക്ക് പരിചയപ്പെടാൻ പറ്റുമായിരുന്നോ? ഇല്ല. അപ്പോൾ പുതിയൊരു ഏരിയയിൽ കർത്താവ് എന്നെ കൊണ്ടുവന്നു, നട്ടു, നനച്ചു, എന്നെ വിജയിപ്പിച്ചു. ഒരുപാട് പേര്, പാസ്റ്ററൊക്കെ എന്നെ, ഷാജി പാസ്റ്റർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ്. തീർച്ചയായിട്ടും ഇന്ന് എനിക്കൊരു സങ്കടം വരുന്നെങ്കിൽ കാത്തിരിക്കുക, നാളെ എനിക്കൊരു സന്തോഷം ഉണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക. എനിക്ക് അനുഭവങ്ങൾ പറയാൻ ഒരുപാടുണ്ട്, പക്ഷേ ഒരുപാട് പേര് സംസാരിക്കാനിരിപ്പുണ്ട്. എനിക്ക് വേറിട്ടൊരു വേദിയാണിത്. ബ്രഹ്മിനും തത്തല രാജുവണ്ണനും ഒക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ അവരൊക്കെ മനോഹരമായി ദൈവത്തിൻ്റെ നാമത്തെ പറയുന്ന വ്യക്തികളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹങ്ങൾ തന്നെയാണ് അവർക്ക് ദൈവം കൊടുക്കുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട പാസ്റ്ററിനോടും ഈ ഒരു സഭാഹാൾ ഇവിടെ തുടക്കം കുറിക്കാൻ കാരണക്കാരായവരോടുമെല്ലാം മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിവാക്കപ്പെടാൻ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? കാത്തിരിക്കുക. മദർ തെരേസ പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് ലോകത്തിന് വേണ്ടി ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയും? സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. പ്രാർത്ഥിക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയെ മനസ്സിൽ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്തോടെ കൊടുക്കുക, അല്ലേ? ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ, എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ എന്ത് കാര്യം ചെയ്താലും അത് ചെറിയ കാര്യമായിരിക്കാം. നമുക്ക് ഒരാൾ ഒരു 10,000 രൂപ ആവശ്യപ്പെട്ടാൽ നമുക്ക് കൊടുക്കാൻ കാണൂല, ഉള്ളത് 10 രൂപയായിരിക്കും. ആ 10 രൂപ സ്നേഹത്തോടെ കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് കണക്കാക്കുക. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ക്ഷണിച്ചതിന് ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.